UDF സർക്കാർ ഭരണം ആരംഭിച്ചതിന് പിന്നാലെ LDFനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ രണ്ടാമത്തെ കേസിലും പ്രത്യേക അന്വേഷണം വരുന്നു. വിവാദമായ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ കാഫിർ സ്ക്രീൻഷോട്ട് കേസും അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്ന കാര്യം ആഭ്യന്തര വകുപ്പ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പാറക്കൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പുനരന്വേഷണം നടത്തുന്ന കാര്യം ആഭ്യന്തര വകുപ്പ് പരിഗണിക്കുന്നത്. അന്വേഷണം അവസാനിപ്പിക്കാൻ LDF സർക്കാരിന്റെ കാലത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകിയ കേസ് വീണ്ടും പുനരന്വേഷിക്കുന്നത് LDFന്റെ കുഴി തോണ്ടലാകും. അന്ന് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തത് ഷാഫി പറമ്പിലിനായിരുന്നു. പുനരന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികൾ പിടിയിലായാൽ അതും ഷാഫി പറമ്പിലിന് ഉണ്ടാക്കുന്ന മൈലേജ് ചെറുതാകില്ല. LDF ആണ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് പിന്നിലെന്നാണ് UDF ആരോപിക്കുന്നത്. കേസ് അന്വേഷണത്തിന്റെ സമയത്ത് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചും CPMന്റെ സൈബർ പോരാളികളുടെ ഗ്രൂപ്പിലായിരുന്നു. സ്ക്രീൻഷോട്ട് വ്യാജമായി നിർമ്മിച്ചതാണ് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജുകളുടെ അഡ്മിൻമാർ അടക്കമുള്ളവർ കേസിൽ പ്രതികളാവുകയും ചെയ്തു. കേസിന്റെ തുടക്കത്തിൽ MSF പ്രവർത്തകനായ മുഹമ്മദ് കാസിമിനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഇയാൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി തന്നെ തള്ളിക്കളഞ്ഞു. കാസിമിനെ വിട്ടയച്ചുവെങ്കിലും ഇയാളുടെ ഫോൺ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. കേസ് അവസാനിപ്പിച്ചിട്ടില്ലാത്തതിനാൽ പാസ്പോർട്ട് പുതുക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് കാസിമിന്. ഇതിനിടയിലാണ് പോരാളി ഷാജി അഡ്മിൻ വഹാബ്, അമ്പാടിമുക്ക് സഖാക്കൾ പേജിന്റെ അഡ്മിൻ മനീഷ്, റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത DYFI നേതാവ് റിബേഷ് എന്നിവർ കേസിൽപ്പെടുന്നത്. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്നാണ് ഇവർക്കെതിരായ കുറ്റം. ഇതോടെ കേസ് LDFന് തിരിച്ചടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം LDFന് തിരിഞ്ഞുകുത്തുന്നുണ്ട്. പാലക്കാട്, നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒടുക്കം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കാഫിർ സ്ക്രീൻഷോട്ട് LDFനെ വേട്ടയാടി. ഒടുക്കം ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തന കേസിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ സുരക്ഷാ ജീവനക്കാർ പ്രതികളായ പുനരന്വേഷണം വന്നതുപോലെ ഈ കേസിലും പുനരന്വേഷണം വരികയാണ്. പിണറായി വിജയന്റെ സുരക്ഷാ ജീവനക്കാരായിരുന്ന 5 പേരാണ് ആ കേസിലെ പ്രതികൾ. സമാനമായി കാഫിർ കേസിലും പുനരന്വേഷണം വരികയും മേൽപ്പറഞ്ഞ LDF പ്രവർത്തകർ കേസിൽ പ്രതികളാവുകയും ചെയ്താൽ അതിനെ LDF ഏത് രീതിയിൽ നേരിടും എന്നറിയാൻ കൗതുകമുണ്ട്. പ്രത്യേകിച്ചും ചെയ്തത് UDF ആണ് എന്ന ആരോപണത്തിൽ LDF ആണെന്ന ആരോപണത്തിൽ UDFും ഉറച്ചു നിൽക്കുമ്പോൾ. മാത്രമല്ല, അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജ് പരിശോധിച്ചതിൽ മനീഷിന്റെയും പിന്നൊരു സജീവിന്റെയും പേരിലെടുത്ത ഫോൺ നമ്പറുകളും ലഭിച്ചിരുന്നു. ഇവ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും. ഇക്കഴിഞ്ഞ ഏപ്രിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നതായി വടകര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയത്. പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നാണ് കേസ് അവസാനിപ്പിക്കുന്നതിന് കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട്. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുന്നവർക്ക് വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകി പുനരന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് പാറക്കൽ അബ്ദുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നിവേദനം നൽകിയത്. DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് അബ്ദുള്ളയുടെ ആവശ്യം. നേരത്തെ തന്നെ റിബേഷ് രാമകൃഷ്ണൻ, മനീഷ്, വഹാബ് അടക്കമുള്ളവരുടെ പേരിൽ കേസെടുക്കണമെന്ന് നേരത്തെ ഈ കേസിൽ പോലീസ് പ്രതി ചേർത്ത മുഹമ്മദ് കാസിമിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോടതി ഇക്കാര്യം അംഗീകരിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കവും നടന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന സമയത്താണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ജനിക്കുന്നത്. 5 നേരം നിസ്കരിക്കുന്ന ഷാഫി മുസ്ലിമാണെന്നും എതിർ സ്ഥാനാർത്ഥി അഥവാ ഷൈലജ ടീച്ചർ കാഫിർ ആണ് എന്നും ആർക്ക് വോട്ട് നൽകണമെന്ന് ചിന്തിച്ചു ചെയ്യൂ എന്നും അടങ്ങിയ സ്ക്രീൻഷോട്ടാണ് പ്രചരിച്ചത്. ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ് സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. റെഡ് എൻകൗണ്ടർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ DYFI ബ്ലോക്ക് പ്രസിഡന്റായ റിബേഷ് ആണ് സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്തത് എന്ന് അന്നത്തെ പോലീസ് റിപ്പോർട്ടിലുണ്ട്. എന്നാൽ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് ലഭിച്ചുവെന്നത് സംബന്ധിച്ച ഉറവിടം റിബേഷ് വെളിപ്പെടുത്തിയിട്ടില്ല. 2024 ഏപ്രിൽ 25 തന്നെ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലും സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടു. റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് എന്നാണ് അമ്പാടിമുക്ക് സഖാക്കൾ പേജിന്റെ അഡ്മിൻ മനീഷ് പോലീസിനോട് പറഞ്ഞത്. അന്നേ ദിവസം ഉച്ചയ്ക്ക് 2:34 റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഇതോടെ പുനരന്വേഷണം വരുമ്പോൾ ഇവരെല്ലാം കേസിന്റെ ഭാഗമാകും. അതിനിടെ കേസിൽ ഫേസ്ബുക്ക്, വാട്സാപ്പ് സന്ദേശങ്ങളുടെ വിവരങ്ങൾ കൈമാറാത്തതിന് മാതൃസ്ഥാപനമായ മെറ്റ കമ്പനിയെ 3ാം പ്രതിയാക്കി പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വടകര പോലീസ് ഇൻസ്പെക്ടർ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്.
ഏതോ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് കിട്ടിയത് എന്നാണ് പോരാൻ ഷാജി അഡ്മിൻ വഹാബിന്റെ മൊഴി. വിവാദ പോസ്റ്റ് കൃത്രിമമായി ഉണ്ടാക്കിയവരെ കണ്ടെത്താൻ മെറ്റ കമ്പനി വിവരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറായ അശ്വിൻ മധുസൂദനെ സമൻസ് അയച്ച് വിളിച്ചു വരുത്താൻ വടകര മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിന്റെ നിയമപരമായ കാര്യങ്ങൾ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാർ ഒന്ന് വിശദീകരിക്കും. കാഫിർ സ്ക്രീൻഷോട്ടിനെതിരെ പുനരന്വേഷണം കേരളത്തിൽ വരുന്നു. ഇത് കേരളത്തിൽ വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചാരം ലഭിച്ച ഒരു സംഭവമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. ഇത് ലോക്സഭാ ഇലക്ഷൻ സമയത്ത് കെ ശൈലജയ്ക്ക് എതിരായി മത്സരിച്ച ഷാഫി പറമ്പലിന് എതിരായി പ്രചരിപ്പിച്ച ഒരു സാധനമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചാരം ലഭിച്ച കാഫിർ സ്ക്രീൻഷോട്ട്. കെ ശൈലജയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി സൃഷ്ടിച്ചതാണ് ഇത് വലിയ വിവാദമായപ്പം ഗവൺമെൻറ്റിന് കേസെടുക്കാതിരിക്കാൻ കഴിയാതെ വന്നു. LDF ഗവൺമെൻറ് കേസെടുത്തപ്പം അതിനെ പ്രതിയാക്കിയത് MSF പ്രവർത്തകനായ മുഹമ്മദ് കാസിമിനെതിരെയാണ് കേസ് മുന്നോട്ട് പോയത്. ആ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് വന്നപ്പോൾ അത് സൃഷ്ടിച്ചു വിട്ടത് DYFI പ്രവർത്തകൻ റിബേഷ് രാമകൃഷ്ണനാണെന്ന് കണ്ടെത്തി. റിബേഷ് രാമകൃഷ്ണനെതിരായി അവരുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് 2 ആഴ്ചക്കകം നൽകണമെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ പോലീസ് വളരെ അത്ഭുതകരമായ ഒരു കാര്യം ചെയ്തു. ഹൈക്കോടതി ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും ആ ഡയറക്ഷനെ വകവെക്കാതെ പോലീസ് ആ കേസിൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചു കളഞ്ഞു. ഇത് രാഷ്ട്രീയപരമായി ചില മുതലെടുപ്പുകൾ നടത്തുകയാണ് ഒരു ഗവൺമെൻറ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വരുന്ന മോശമായ ചില വാർത്തകളായി സൃഷ്ടിക്കപ്പെടുന്ന അത് നീക്കം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് സൃഷ്ടിച്ച ആൾ കുറ്റകരമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കേണ്ടി വരും. പക്ഷേ പോലീസ് രാഷ്ട്രീയപരമായി ഉള്ള ഡയറക്ഷൻ അനുസരിച്ച് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ MSF പ്രവർത്തകൻ മുഹമ്മദ് കാസിമിനെതിരെ ഒരു കേസെടുത്തിട്ട് അയാളാണ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്ന് വരുത്തി തീർക്കാൻ അന്വേഷണം മുന്നോട്ട് പോയി. ഈ അന്വേഷണം ഒരു നിരപരാധിയായ മുഹമ്മദ് കാസിമിനെതിരെയാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ മുഹമ്മദ് കാസിം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ ഒരു ഡയറക്ഷൻ വന്നു. മുഹമ്മദ് കാസിം ഹൈക്കോടതി പറഞ്ഞത് ഇതിൻ്റെ മൊബൈൽ ഫോണിന് ഒറിജിനൽ എവിടുന്നാണ് ഇത് വന്നതെന്ന് കണ്ടെത്തണം. അത് റിബേഷ് രാമകൃഷ്ണൻ എന്ന DYFI പ്രവർത്തകൻ്റെ മൊബൈലിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദഗതി. കോടതി അപ്പോൾ ഒരു ഡയറക്ഷൻ കൊടുത്തു. കേസന്വേഷണം ഈ റിബേഷ് രാമകൃഷ്ണൻ്റെ മൊബൈൽ ഫോണും മറ്റും പരിശോധിക്കണം. അത് സൈബർ മേഖലയിൽ പ്രചാരം ലഭിച്ച ഒരു സംഭവമായതുകൊണ്ട് അതിൻ്റെ ഒറിജിനേഷൻ എവിടെ നടന്നുവെന്ന് കണ്ടെത്തിയെങ്കിൽ മാത്രമേ പ്രോസിക്യൂഷൻ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അത് ഡയറക്ഷൻ വന്നതോടെ പോലീസ് വളരെ ബുദ്ധിപൂർവ്വം രാഷ്ട്രീയപരമായ ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കേസിൻ്റെ തുടരന്വേഷണം അവസാനിപ്പിച്ചു. അല്ലെങ്കിൽ റിബേഷ് രാമകൃഷ്ണനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ അന്വേഷണം കഴിഞ്ഞ ഗവൺമെൻറ് പൂഴ്ത്തിവെച്ചു. തുടരെ അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തപ്പം ഇപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം നടത്തണമെന്ന് അവിടുത്തെ MLA ആയ പാറയ്ക്കൽ അബ്ദുള്ള രമേശ് ചെന്നിത്തലയെ കണ്ടു പരാതി കൊടുത്തു. ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് ജാതിപരമായ രാജ്യദ്രോഹപരമായ ഒരു കുറ്റം തന്നെയാണ്. ആരാണ് അത് സൃഷ്ടിച്ചെങ്കിലും അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം. അതുകൊണ്ട് അന്വേഷണം ഓപ്പൺ ചെയ്ത് മുന്നോട്ട് പോകൂ എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഇതിനകത്ത് മറ്റൊരു ഹൈക്കോടതി ജഡ്ജ്മെൻ്റ് കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും ജനറലായിട്ട് ഒരെണ്ണം വന്നു. ജസ്റ്റിസ് A സിയാദ് റഹ്മാൻ്റെ ഉത്തരവാണ്. അത് 24/5/2026 വന്നൊരു ഉത്തരവാണ്. അപകീർത്തികരമായ ഉള്ളടക്കം നീക്കം ചെയ്യാൻ കോടതിയോ ഗവൺമെൻറ്റിനേ കഴിയുള്ളൂ. അല്ലാതെ ഗൂഗിളിനോ സോഷ്യൽ മീഡിയയിലെ അതിൻ്റെ ദാതാവിനോ കഴിയില്ല എന്നാണ് ജസ്റ്റിസ് A സിയാദ് റഹ്മാൻ്റെ ഉത്തരവ്. അത് വളരെ കൃത്യമായി അദ്ദേഹം ആ ജഡ്ജ്മെൻറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നു. ഗൂഗിളിന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചില നീക്കം ചെയ്യാൻ ഗൂഗിളിന് പരാതി കൊടുത്താൽ ഗൂഗിളിനെ അവരൊരു ഇൻ്റർമീഡിയറി ഇടനിലക്കാരനാണ് എന്ന് മാത്രമേ നമുക്ക് ഗൂഗിളിനെ കരുതാൻ കഴിയുള്ളൂ. IT നിയമത്തിലെ ഇൻ്റർമീഡിയറി റോളേ അവർക്കുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് വരുന്ന വാർത്തകളോ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ
അപകീർത്തികരമോ നല്ലതോ ചെയ്തോ എന്തോ ആയിക്കോട്ടെ അത് നീക്കം ചെയ്യാൻ ഗൂഗിളിന് അവകാശമില്ല. അത് നീക്കം ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഗവൺമെൻറ്റിന് അത് ബോധ്യപ്പെട്ട് അത് സമൂഹത്തിന് ദൂഷ്യം ചെയ്യുന്നതാണ്, സൊസൈറ്റിക്ക് ദൂഷ്യം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആൾക്കാർക്ക് ദൂഷ്യം ചെയ്യുന്നതാണെന്ന് കണ്ടാൽ അത് നീക്കം ചെയ്യാൻ ഉത്തരവ് ഗവൺമെൻറ്റിനിടാം, അല്ലെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള ഉത്തരവ് കോടതിക്കിടാം. അല്ലാതെ ഗൂഗിളിനോ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കഴിയില്ല എന്നാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ്റെ ഉത്തരവ്. അദ്ദേഹത്തിൻ്റെ ആ നിരീക്ഷണം വളരെ കൃത്യമാണ്. ഡിജിറ്റൽ എവിഡൻസിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ആലോചിക്കുമ്പം അതിനകത്ത് എന്ത് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഗൂഗിളിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ, ഇൻഫർമേഷൻ പാസ് ചെയ്യാനൊക്കെ നമുക്ക് അവകാശമുണ്ട്. അത് തെറ്റാണ് ശരിയാണെന്ന് പറഞ്ഞ് ഗൂഗിൾ തന്നെ അത് നീക്കം ചെയ്യാൻ പാടില്ല എന്നാണ് ഈ കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ടാണ് ഇപ്പം കാഫിർ സ്ക്രീൻഷോട്ടിനെ പറ്റി പുനരന്വേഷണം നടത്തണം എന്ന് പാറയ്ക്ക അബ്ദുള്ള MLA ആവശ്യം ഗവൺമെൻറ് പരിഗണിച്ചു. ആഭ്യന്തരമന്ത്രി പരിഗണിച്ച് അതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. ആരാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ കേസ് റെഫർ ചെയ്ത് അല്ലെങ്കിൽ അന്വേഷണം ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ അയാൾ വെട്ടിലാകും. ആ ഉദ്യോഗസ്ഥനെതിരായിട്ടും നടപടി ഉണ്ടാവും.